ധർമ്മസ്ഥല വിവാദങ്ങളിൽ വൻ ട്വിസ്റ്റ്. നിരവധി മൃതദേഹം മറവു ചെയ്തുവെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ മൊഴിയിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് കണ്ടെത്തൽ. കേസിലെ പരാതിക്കാരിയെ സുജാത ഭട്ടും മൊഴി മാറ്റി. അനന്യ ഭട്ട് എന്ന മകൾ തനിക്ക് ഇല്ലെന്നാണ് ഇവരുടെ മൊഴി. KV ബൈജു ചേരുന്നു. ബൈജു, വലിയ ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഈ ആക്ഷേപങ്ങളും പരാതികളും മുഴുവൻ വ്യാജമായിരുന്നു? ഇവിടെ എന്താണ് സംഭവിച്ചത്? പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? സൈത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ധർമ്മസ്ഥല ഈ വെളിപ്പെടുത്തൽ കേസിൽ വലിയ ട്വിസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറയുന്ന ചിന്നയ്യ, ഇയാളെ ഇപ്പോൾ SIT പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും SITയുടെ ഭാഗത്തു നിന്നും എന്താണ് ഇത് സംബന്ധിച്ച കാരണം ഇത്തരം ഒന്നും കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ഇയാളുടെ മൊഴിയെടുക്കൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായ ദിവസങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഔദ്യോഗികമായ SITയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ ഒരു വിശദീകരണം വരാനുണ്ട്. നേരത്തെ ഇത്തരത്തിൽ 100ഓളം മൃതദേഹങ്ങൾ, ബലാത്സംഗത്തിനിരയായ 100ഓളം മൃതദേഹങ്ങൾ ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലും കുഴിച്ചിട്ടുണ്ടെന്നാണ് ഇയാളുടെ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വനിതാ കമ്മീഷൻ ഇതിൽ ഇടപെടുകയും പിന്നീട് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ SITയുടെ അന്വേഷണത്തിൽ പോയിന്റ് 6 നിന്നും പോയിന്റ് 11 നിന്നും മൃതദേഹ ആവശ്യങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഫോറൻസിക് പരിശോധനാ ഫലം ഇതുവരെ വരാത്തൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം വലിയ തോതിലുള്ള ഇരുപക്ഷവും, അതായത് ആരോപണ പ്രത്യാരോപണങ്ങൾ തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടാവുകയും വലിയ സംഘർഷാവസ്ഥ ഈ ധർമ്മസ്ഥലയിൽ നിലക്കുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറയുന്ന ഇയാളെ, ഈ ചിന്നയ്യ എന്ന പേരുള്ള ഇയാളുടെ പേരിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന SIT ഇയാളെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇയാൾക്കുള്ള വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, അത് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഒഴിവാക്കിയതിനു ശേഷമാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നത്. ഇനി ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് എന്താണ് ഇതിന്റെ യഥാർത്ഥ സംഭവം, എന്താണ് ഇതിലൂടെ ഇയാൾ ഉദ്ദേശിച്ചത്, അത്തരം കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അത്തരം ചോദ്യം ചെയ്യലൊക്കെ നടക്കുമെന്നാണ് അറിയുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഈ അനന്യ ഭട്ടിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഈ അമ്മ സൗജന്യ ഭട്ട് ഇത്തരത്തിൽ തനിക്ക് ഒരു മകൾ ഇല്ല എന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു പ്രതികരണം നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാറിയും മറിഞ്ഞും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലൊക്കെ ഏതായാലും SITയുടെ മുന്നിൽ ഇവരുടെ ഒരു പരാതിയുണ്ട്. SIT ആണ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം നൽകേണ്ടത്. ഏതായാലും ഇപ്പോൾ ഇവർ ഇങ്ങനെ ഒരു മകളില്ല എന്നൊരു ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഒരു ട്വിസ്റ്റ് ധർമ്മസ്ഥലയിൽ ഉണ്ട് എന്ന് വേണം പറയാൻ. ഏതായാലും ചില വ്യക്തതകൾ ഇതിൽ പുറത്തു വരാനുണ്ട്. എന്തൊക്കെയാണ് ഈ ഭീമ എന്ന് വിളിച്ചിരുന്ന ഈ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ, ഇയാളുടെ ഈ റോൾ എന്താണ്, ഇതിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇയാൾ ഈ പറഞ്ഞത് വ്യാജമാണെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടത്തി, ഇത്തരം കാര്യങ്ങളൊക്കെ ഏതായാലും അറിയാനുണ്ട്. SITയുടെ ഭാഗത്ത് അത്ര വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതിൽ സത്യാവസ്ഥ പുറത്തു വരണം. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൽ ഉൾപ്പെട്ടുള്ള സംഭവം, അത് ഏതായാലും ഇപ്പോഴും അതിനൊരു കൃത്യമായ ഒരു കാര്യം വിവരം നമുക്ക് ലഭിക്കുന്നില്ല. SITയുടെ ഭാഗത്തും ലഭിക്കുന്നില്ല. അവർ പറയുന്നത് ഫോറൻസിക് പരിശോധന ഫലം വന്നാൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുമെന്നാണ്. എന്തായാലും ഇതിൽ ഏറ്റവും ട്വിസ്റ്റ് ഉണ്ടായത് ഇപ്പോൾ ഇതിൽ പ്രധാന ബിന്ദുവായ ഈ ഏക സാക്ഷിയായിരുന്ന ഈ ശുചീകരണ തൊഴിലാളിയെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ അത് കണ്ടതാണ്. നമ്മൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്താണ് ഈ സ്ഥലത്ത് നിന്നും ഇയാൾ ചൂണ്ടിക്കാട്ടുന്ന ഓരോ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കുഴിച്ച് പരിശോധന നടത്തുന്നതൊക്കെ. ഇയാളെയാണ് ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി തുടർ നടപടി SITയുടെ എന്താണ്, അത്തരം കാര്യങ്ങൾ വൈകാതെ തന്നെ പുറത്തു വരും. സൈത്തെ, എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ബൈജു, ഒരു കാര്യം കൂടി, ഈ SITയുടെ അന്വേഷണം, അതിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ കോടതിക്ക് മുന്നിലാണ്. ചില മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ചില അവശിഷ്ടങ്ങൾ കിട്ടിയെങ്കിലും ഇയാൾ വെളിപ്പെടുത്തിയ അതേ അർത്ഥത്തിൽ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന വിലയിരുത്തലാണോ നിലവിലുള്ളത്? ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഇത്തരമൊരു നീക്കമുണ്ടായത്? കാരണം വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നുകൂടിയാണല്ലോ അന്വേഷണം പ്രഖ്യാപിക്കുകയും മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തത്. തീർച്ചയായും അത് ഇതിലൊരു പ്രധാന ഘടകമാണ്. പക്ഷേ അതിനും അപ്പുറം ഇയാളുടെ മൊഴികളിൽ വലിയ പൊരുത്തക്കേടുണ്ടെന്നാണ് SIT വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുഴിച്ച് പരിശോധന നിർത്തലാക്കിയതിനു ശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ ഇയാളെ ചിന്നയ്യ എന്ന് പറയുന്ന ഇയാളെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ ഒക്കെ വലിയ പൊരുത്തക്കേടുണ്ടെന്നാണ് SITയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം ഇയാൾ വ്യാജമായി ഇത്തരത്തിൽ കെട്ടിച്ചമച്ചാണെങ്കിൽ എന്തിനാണ് അത്തരം സംഭവങ്ങൾ, അത്തരം കാര്യങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവത്തിലെടുത്ത ഒരു വിഷയമാണിത്. അതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്തൊരു സംഭവമാണ്. അത്രത്തോളം ഗൗരവമുള്ള ഒരു ആരോപണമാണ് ഇയാൾ ഉന്നയിച്ചത്. അതിനെ അടിസ്ഥാനമായ പല സംഭവങ്ങളും ധർമ്മസ്ഥലയിൽ നടന്നതിന് തെളിവുകളുമുണ്ട്. കാരണം സൗജന്യ കൊലപാതകം, അത്തരത്തിൽ വേദവല്ലി ടീച്ചറുടെ അത്തരത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ
100ഓളം മൃതദേഹങ്ങളാണ് താൻ കുഴിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന തെരച്ചിൽ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അവിടെ ഈ നേത്രാവതി പുഴയുടെ തീരത്തൊക്കെ വലിയ തോതിൽ വെള്ളം കയറി ഈ പരിശോധന തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ വനത്തിലൊക്കെ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെയൊന്നും ഇത്തരത്തിൽ മൃതദേഹ ആവശ്യങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. 6ാമത്തെ പോയിന്റിൽ നിന്നാണ് ഇയാൾ ചൂണ്ടിക്കാട്ടിയ കൃത്യ സ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹ ആവശ്യം ലഭിച്ചത്. അതിനി ഇയാൾ തന്നെ കുഴിച്ചിട്ടതാണോ അത്തരം കാര്യങ്ങളൊന്നും ഒരു സ്ഥിരീകരണം പോലും ഇതുവരെ ഇല്ല. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തു എന്ന ഒരു വിവരം പുറത്തു വരുന്നത്. പക്ഷേ അപ്പോഴും ഇത് ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാർ വൃത്തങ്ങളോ ഇതിൽ എന്താണ് നിലവിലെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോഴും വരുന്നില്ല. ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു, അത് ഇയാളാണ്, ഇയാളുടെ അറസ്റ്റാണ്. ഇയാൾ ഈ മൊഴിയിൽ വലിയ പൊരുത്തക്കേടുണ്ട്, അതുകൊണ്ടാണ് ഇയാൾ അറസ്റ്റ് ചെയ്തത്. ഇനിയിപ്പോൾ ഇയാൾ SITയുടെ കസ്റ്റഡിയിലായിരിക്കും. കോടതിയിൽ നിന്നും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ SIT പോകുന്നത്. വലത്തങ്ങാടി ഓഫീസിലാണ് ഉള്ളത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉയർന്നിരുന്നു. ഈ അന്വേഷണത്തെ എതിർത്തും അനുകൂലിച്ചും ആളുകൾ രംഗത്ത് വരുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട്, അന്നുമുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ വലിയ സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിലനിൽക്കുന്നത്. അതിനിടയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇനിയിപ്പോൾ ഈ സൗജന്യ അമ്പട്ടോട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ SITക്ക് മുന്നിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ഇന്ന് ഹാജരാകില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തിൽ കൂടി SITയുടെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നിലവിൽ അവർ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് തനിക്ക് അങ്ങനെ ഒരു മകളില്ല, താൻ ഇത്തരത്തിൽ വ്യാജമായി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞതാണ് എന്ന് പറയുന്നത്. പക്ഷെ അത് എന്തിനാണ്, ആർക്ക് വേണ്ടിയാണെന്ന കാര്യത്തിലൊന്നും അവർ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തിൽ SITയുടെ ഭാഗത്ത് നിന്ന് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്ത് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു അറിയേണ്ടതുണ്ട്. പല തവണ ഇവർ ഇങ്ങനെ മാറി മാറി പറയുന്ന സാഹചര്യം നേരത്തെയും ഉണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇവർ ഇങ്ങനൊരു പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൽ ആ കാര്യത്തിലും SITയുടെ ഭാഗത്തു നിന്നാണ് ഇതിൽ സ്ഥിരീകരണം വേണ്ടത്. എന്തായാലും നമ്മൾ നേരത്തെയൊക്കെ എടുത്ത നിലപാട് അതാണ്. SITയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ സ്ഥിരീകരണം അതുണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിൽ ഒരു വ്യക്തത ഉണ്ടാകൂ, അതിൽ കൃത്യമായ ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കാൻ പറ്റൂ. ശരി ബൈജു, ഒരു സംശയം. ഈ നമുക്കറിയാം മലയാളികളടക്കം മിസ്സിംഗ് ആയ കേസുകളുണ്ട്. നമുക്ക് നേരിട്ട് ബോധ്യമുള്ള കണ്ണൂർ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നുള്ള ചില കേസുകളൊക്കെ നമ്മൾ നേരിട്ട് ബോധ്യപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. അപ്പോഴും അത്തരം മിസ്സിംഗ് കേസുകൾ ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന സാഹചര്യം കൂടിയില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അത് മാറുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്തരം കേസുകൾക്കൊക്കെ എത്രത്തോളം പ്രസക്തി ഉണ്ടോ, അല്ലെങ്കിൽ അത് ഇനി ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. അത് തന്നെയാണ് ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ വലിയ തോതിലുള്ള ആളുകളുണ്ട്, അവരൊക്കെ പറയുന്നതും ആ കാര്യമാണ്. പലരും ഇപ്പോൾ അറസ്റ്റിലാണ്. മഹേഷ് ഷെട്ടി തിമിരോടി അറസ്റ്റിലാണ്. ജയന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം SIT എടുത്തിട്ടുണ്ട്. ഗിരീഷ് മഠർ എന്ന് പറയുന്ന ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകൻ അറസ്റ്റിലാണ്. 30ഓളം കേസുകൾ ഇയാൾക്കെതിരെ എടുത്തിട്ടുണ്ട്. വലിയ തോതിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അത് മന്ത്രിമാർക്കെതിരെയും BJP MLA-മാർക്കെതിരെയും ഒക്കെ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിലൊക്കെയാണ് ഇപ്പോൾ മഹേഷ് തിമിരോടിയൊക്കെ ഉൾപ്പെട്ട് ഇത്തരത്തിൽ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു വെളിപ്പെടുത്തലും അതുമായി ബന്ധപ്പെട്ട കേസുമായി ആരെങ്കിലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ യൂട്യൂബർ സമീർ MDയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നുണ്ട് ബാംഗ്ലൂരുവിൽ. സമീർ ഈ ഇത്തരത്തിൽ വലിയ തോതിലുള്ള വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ തുടക്കത്തിൽ ആദ്യം സമീറിന്റെ ഭാഗത്താണ് ഇത്തരത്തിൽ വലിയ വീഡിയോ പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിനെല്ലാം അപ്പുറം എന്താണ് ഈ ഒരു ധർമ്മസ്ഥലയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടന്നത്, അതിലൊരു സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ടെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. നമ്മൾ അതിനാണ് നിലകൊണ്ടതും. പക്ഷേ ഇപ്പോഴും അതിൽ SITയുടെ ഭാഗത്തു നിന്ന് മാത്രം ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അതല്ലെങ്കിൽ സർക്കാർ വൃത്തങ്ങളിൽ നിന്നോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ നേരിട്ട തരത്തിലുള്ള ഒരു വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ വലിയ സംഘർഷാവസ്ഥ നിൽക്കുന്നു. ഇരു വിഭാഗത്തും ആളുകൾ സംഘടിച്ച് വലിയ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതാണ് ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ SITയുടെ ഭാഗത്ത് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേക അന്വേഷണ സംഘം സർക്കാർ നിയോഗിച്ചതാണ്. DGPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. കർണാടകയിലെ വലിയ രാഷ്ട്രീയ വിവാദമാണ്. ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം വരണം. നമുക്ക് അതുകൂടി കാത്തിരിക്കാം. അതിനുശേഷം ഈ ധർമ്മസ്ഥലയിൽ സംഭവിച്ചത് എന്ന വിശദമായ പരിശോധന നടത്തുകയും ചെയ്യാം. ഇടവേളയാണ്, മടങ്ങി വരാം.